ആലപ്പുഴയിൽ CPI സംസ്ഥാന സമ്മേളനം ഇന്ന് സമാപിക്കും. പുതിയ സംസ്ഥാന കൗൺസിലിനെ ഇന്ന് തെരഞ്ഞെടുക്കും. സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വം തുടരാനാണ് സാധ്യത. ഇന്ന് വൈകുന്നേരം ആലപ്പുഴ ബീച്ചിൽ നടക്കുന്ന പൊതുസമ്മേളനം ദേശീയ ജനറൽ സെക്രട്ടറി D. രാജ ഉദ്ഘാടനം ചെയ്യുമെന്ന് അറിയുന്നു. R. ശ്രീജിത്ത് ആലപ്പുഴയിൽ നിന്നും തത്സമയം ചേരുന്നു. ശ്രീജിത്ത്, വലിയ മാറ്റമൊന്നും ഈ സമ്മേളനത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. കടുത്ത വിമർശനങ്ങളൊക്കെ ഉയർന്നു. അതിനൊക്കെ അദ്ദേഹം കൃത്യമായി മറുപടി എന്ന് പറയും എന്ന് അറിയുന്നു. വിമർശനങ്ങളിൽ ഏറ്റവും കാമ്പുള്ള കാര്യം എന്തായിരുന്നു? SKN CPIയുടെ സംസ്ഥാന സമ്മേളനം ഇന്ന് സമാപിക്കുകയാണ്. ഇന്ന് സംസ്ഥാന സമ്മേളനം സമാപിക്കുന്നതിന് മുൻപ് SKN സൂചിപ്പിച്ച പോലെ ചർച്ചയിൽ ഉയർന്ന വിമർശനങ്ങൾക്ക് ബിനോയ് വിശ്വത്തിൻ്റെ മറുപടിയുണ്ട്. രാവിലെ ആദ്യത്തെ സെഷനിൽ ബിനോയ് വിശ്വത്തിൻ്റെ മറുപടിയാണ്. ഇന്നലെ നടന്ന പ്രവർത്തന റിപ്പോർട്ടുമായുള്ള ചർച്ചയിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ രൂക്ഷമായ ചില വിമർശനങ്ങൾ ഉയർന്നു. അദ്ദേഹം രാവിലെയും വൈകുന്നേരവും ഉച്ചയ്ക്കും ഓരോരോ നിലപാടുകളാണ് പറയുന്നത് എന്ന വിമർശനമാണ് ഉന്നയിച്ചത്. കണ്ണൂരിൽ നിന്നുള്ള പ്രതിനിധിയാണ് ഈ വിമർശനം ഉന്നയിച്ചത്. ഇതോടൊപ്പം തന്നെ ബിനോയ് വിശ്വം പറയുന്ന നിലപാടുകളിൽ വ്യക്തതയില്ല എന്ന കാര്യം കോട്ടയത്തു നിന്നുള്ള പ്രതിനിധിയും ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹം നടത്തുന്ന പ്രതികരണങ്ങൾ, നേരത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിമാർ നടത്തുന്ന പ്രതികരണങ്ങൾ ഒറ്റ വാക്കിൽ തന്നെ ആളുകൾക്ക് വ്യക്തമായിരുന്നു. എന്നാൽ ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണത്തിൽ അത്തരം രാഷ്ട്രീയ വ്യക്തത പലപ്പോഴും ലഭിക്കുന്നില്ല, കേൾക്കുന്നവർക്ക് ലഭിക്കുന്നില്ല എന്ന കാര്യവും ചൂണ്ടിക്കാണിച്ചു. അതോടൊപ്പം തന്നെ സംഘടനാ നേതൃത്വത്തിന്റെ മേൽത്തട്ടിലാണ് വിഭാഗീയതയുള്ളത്, താഴെത്തട്ടിൽ ഒരു വിഭാഗീയതയുമില്ല, മേൽത്തട്ടിലാണ് വിഭാഗീയത വ്യക്തമാക്കുന്ന പ്രതികരണങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ പാർട്ടിയിൽ നിന്നുണ്ടായി എന്നുള്ള വിമർശനവും പ്രവർത്തന റിപ്പോർട്ടിനുള്ള പൊതുചർച്ചയിൽ ഉയർന്നു. ഈ വിമർശനങ്ങളൊക്കെ ബിനോയ് വിശ്വം ഇന്ന് മറുപടി പറയും. ഇന്നലെ രാഷ്ട്രീയ റിപ്പോർട്ടിനുള്ള ചർച്ചയ്ക്ക് ദേശീയ എക്സിക്യൂട്ടീവ് അംഗം K. പ്രകാശ് ബാബുവാണ് മറുപടി പറഞ്ഞത്. അദ്ദേഹം ഈ രാഷ്ട്രീയമായി നടത്തേണ്ട ഇടപെടലുകളെ പറ്റിയുള്ള വിശദമായ ഒരു മറുപടി നൽകിയിരുന്നു. എന്തായാലും ഇന്ന് രാവിലെ 8 മണിക്ക് CPIയുടെ നിലവിലുള്ള സംസ്ഥാന കൗൺസിൽ ചേരുന്നുണ്ട്. പുതിയ കമ്മിറ്റിയുടെ പാനൽ തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് കൗൺസിൽ ചേരുന്നത്. നിലവിലുള്ള സംസ്ഥാന കൗൺസിലിൽ സ്റ്റേറ്റ് സെന്ററിന്റെ കോട്ട എത്രയായിരിക്കണമെന്നതിനെ സംബന്ധിച്ച തീരുമാനം രാവിലെ ചേരുന്ന കൗൺസിലുണ്ടാകും. നിലവിൽ 100 അംഗ കൗൺസിൽ 15 പേരാണ് സ്റ്റേറ്റ് സെന്ററിന്റെ കോട്ടയിൽ നിന്ന് ഉള്ളത്. ഈ കോട്ട വർദ്ധിപ്പിക്കുമോ ഇല്ലയോ എന്നാണ് അറിയാനുള്ളത്. എന്തായാലും SKN സൂചിപ്പിച്ച പോലെ CPIയുടെ നേതൃഘടനയിൽ കാര്യമായ മാറ്റമൊന്നും ആലപ്പുഴ സമ്മേളനത്തിൽ ഉണ്ടാകില്ല. ബിനോയ് വിശ്വം തന്നെ സംസ്ഥാന സെക്രട്ടറിയായി തുടരാനാണ് സാധ്യത. R. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.